ഗൈസ്, വെൽക്കം ടു അൻഷ്യാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ എങ്ങനെ പഴന്തോട്ടം വരെ എത്തി എന്നുള്ളത് കാണിച്ചു. ഇനി പഴന്തോട്ടിലെത്തിയിട്ട് നമ്മൾ എങ്ങനെയാണ്, എവിടെയാണ് സ്റ്റേ ചെയ്തത്, കാര്യങ്ങളാണ്. നമ്മളിവിടെ മിനി മെക്സിക്കോ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? എവിടെ പോയാലും നമുക്ക് നല്ല കിടില ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. അമ്മാതിരാണ് ഇവരത് ചെയ്തു വെച്ചേക്കണ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റും, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. നമ്മൾ പോയി ശരിക്കും അടിച്ചു പൊളിച്ച് തകർത്ത്. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ടെൻ്റാണ് ഞങ്ങൾ ഓപ്ഷൻ എടുത്തത്. ടെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് ടൈം നമ്മൾ ടെൻറ്റിൽ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ ഫുൾ പുറത്ത് തന്നെയായിരുന്നു. അത്രയേറെ കാണാനുണ്ട്. കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങനെ നമ്മൾ അടിച്ചു പൊളിച്ചു. പിന്നെ എനിക്ക് ആകെയുള്ളൊരു പ്രശ്നം അവിടുത്തെ എനിക്ക് വന്നതെന്ന് വെച്ചാൽ വെള്ളത്തിന് വാട്ടർ നെസസിറ്റി ഭയങ്കര കുറവാണ്. കാരണം ഹൈ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം വരാനായിട്ട് പമ്പ് ചെയ്താണ് അവർ എടുക്കുന്നത്. അപ്പോൾ വണ്ടി വരണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം നല്ല രീതിയിലുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ പ്രശ്നം നല്ല രീതിയിലുണ്ടായിരുന്നു. ഞങ്ങളവിടെ ആ ഒരു ഫസ്റ്റ് ഡേ ഞങ്ങളവിടെ ചെന്നിട്ട് ഫുൾ ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത് ടെന്റ് ഗൈസ്. ടെന്റിൻ്റെ ഉള്ളിൽ ആസ് യൂഷ്വൽ നമ്മുടെ ബെഡ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ കൂടുതലും ടൈം ഇവിടെ ജസ്റ്റ് കിടക്കാൻ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത്. വേറെ കൂടുതൽ ടൈം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ രാത്രിയിലെ വ്യൂ പൊള്ളിയായിരുന്നു. അവരെ ലൈറ്റൊക്കെ ഇട്ട് വേറൊരു വൈബ് തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. വേറെ വൈബ് എന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു വൈബ്. ഞങ്ങളവിടെ രാവിലെ വേറെ ഫോട്ടോ എടുക്കുന്നു, രാത്രി വേറെ ഫോട്ടോ എടുക്കുന്നു. അടിപൊളി വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നമ്മുടെ പാക്കേജിൻ്റെ അകത്ത് ഫുഡ് ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി നമ്മൾ കഴിച്ചത് നല്ല പുലാവും നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് അവർ ചെയ്തത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ലായിരുന്നു. പിന്നെ അതേപോലെ അവിടെ നമ്മൾ ക്യാരംസ് കളിച്ചു. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ക്യാമ്പ് ഫയർ ചെയ്തു. പക്ഷേ ക്യാമ്പ് ഫയറിൽ കുറച്ചും കൂടി അവിടെയുള്ള ആൾക്കാർ മൊത്തം കൂടി ചെയ്യുമ്പോൾ രസമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ രണ്ടുപേരും കൂടി അടിച്ചു പൊളിച്ചു ക്യാമ്പ് ഫയർ. അങ്ങനെ ഇത് ഡേ 2 ആയി. ഇന്ന് നമ്മൾ തിരിച്ച് പഴന്തോട്ടത്തിൽ നിന്ന് വിട പറയണേണ്. അപ്പം നമ്മുടെ രാവിലെ തന്നെ നല്ല സൺറൈസൊക്കെ കണ്ടു, ഫ്രഷായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയി. അതിനു മുമ്പ് ജസ്റ്റ് കുറച്ചും കൂടി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഒരുപാട് പെറ്റ്സ് ഉണ്ട് അവർക്ക്. ഡോഗ്സ് ആണ്. നല്ല പെറ്റ്സിനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബെസ്റ്റായിരിക്കും നമ്മൾ അവിടെ ചെന്ന് നിങ്ങളൊക്കെ നമുക്ക് കളിപ്പിക്കാം. ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരും. അവിടുത്തെ പെറ്റ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അങ്ങനെ ഞങ്ങൾ അതുങ്ങളെ കുറേ നേരം കളിപ്പിച്ചു. നല്ല രസമായിരുന്നു. പിന്നെ നല്ല ഇഡ്ഡലിയും ചമ്മന്തിയും കുട്ടി നല്ലൊരു പെട പിടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ഓട്ടോ പിടിച്ച് വട്ടവടക്ക് വന്ന് അവിടെ നിന്ന് നമ്മൾ മൂന്നാറിൽ നിന്ന് വൈറ്റില ബസ് കയറി. അങ്ങനെ ഞങ്ങൾ ആ ഒരു ബസ്സിൽ ഭയങ്കര ഓളമായിരുന്നു. കുറേ പിള്ളേർ സംഘങ്ങളുണ്ടായിരുന്നു. പാട്ടും മേളൊക്കെ ഇട്ട് രസമായിരുന്നു KSRTC. അപ്പം ശരി, അപ്പോൾ ബൈ.